നും സർവേശ്വരനും സർവപരിപാലകനും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവുമായ സർവേശ്വരനായ തമ്പുരാൻ ഈ അനുഗ്രഹീതമായ വേദിയെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മൾ എന്ത് ഉള്ളുരുകി അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരുന്ന വേദികളിൽ ഒന്നാക്കി ഈ ചെറിയ മജ്‌ലിസിനെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖ ദുരിതങ്ങളുമെല്ലാം ഈ മജ്‌ലിസിന്റെ ദുആടയും ഇന്ന് നമ്മൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന സദസ്സിന്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിത്തരുകയും. പ്രിയമുള്ള സഹോദരങ്ങളെ, വഅദ് തുടങ്ങിയ പ്രായത്തിലൊക്കെ അഥവാ ഒരു 10 കൊല്ലത്തിന് മുമ്പൊക്കെയാണ് എങ്കിൽ ഒരു ദിവസം 2 സദസ്സിലോ 3 സദസ്സിലോ പറയുന്നതിനുള്ള ആരോഗ്യവും ആഫിയത്തും ആംബിയറൊക്കെ ഉണ്ടായിരുന്നു. ഈ മൈക്ക് തിന്ന് ഇപ്പൊ ഏകദേശമൊക്കെ തീർന്നു. വിഷയത്തിലേക്ക് കിടക്കുകയാണ്. മുത്ത് നബിയും പുണ്യ സ്വലാത്തും എന്ന വിഷയമാണ്. ഇന്നലെ നാം മനോഹരമായി ജീവിത ലക്ഷ്യത്തിലേക്കുള്ള വഴിത്താര എന്ന വിഷയത്തിന്റെ ശീർഷകത്തിന് താഴെ മനോഹരമായ ഒരു 6 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പഠിച്ചു ദുആ ചെയ്തിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. എന്നാലും ഇന്നും ഉണ്ടാവും വസാദ് പറഞ്ഞൊരു ഇവത്ത് പറഞ്ഞവരൊക്കെ. അത് മനുഷ്യ സഹജമാണ്. അദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നബിയെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, രക്ഷപ്പെടണവന്മാർ രക്ഷപ്പെടും, ഇല്ലാത്തവന്മാർ പണ്ടേ പറയത്തില്ല. നിങ്ങളിനി ഏത് വാക്കവി അല്ല, ഇനി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 10 ദിവസം പകർന്നു പറഞ്ഞാലും അള്ളാഹുവിന്റെ ഉസ്താദ് എനിക്ക് ചമ്പ് വയ്ക്കണം, വെള്ളം ഓടിക്കണം, എനിക്ക് ഇത്തിരി രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും പോയി പാട്ടൊക്കെ കേൾക്കണം, അതിൻ്റെ ഒരു സ്വഭാവം, അത് മാറത്തില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അത് അവരുടെ എഴുതി കൊടുത്തത്, അത് മാറത്തില്ല. അതുകൊണ്ട് ശ്രമിച്ചാൽ നമുക്ക് നന്നാകാം. നമ്മൾ മോശക്കാരെന്നല്ല പറഞ്ഞത്. ഒരു വാത് കേൾക്കാനിരിക്കുമ്പോൾ ഇഞ്ചിനെങ്കിലും ഇച്ചുപോലെ എനിക്ക് വേണമല്ലോ പടച്ചോനെ, ആ നിയ്യത്തോടുകൂടി ഇരുന്നാൽ എനിക്ക് നമുക്കും അൽഹംദുലില്ലാ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അത് തൗഫീഖ് തരട്ടെ. വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് സഹാബികളുടെ ചരിത്രം നമുക്കറിയാം. അതിൽ ഒന്നാമനായിട്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മുത്ത് നബിയുടെ വലങ്കൈ എന്നാണ് ചരിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാം. ഇതുപോലെ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്ന, ഇതുപോലെയല്ലെങ്കിലും ഇതുപോലെ എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും അള്ളാന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടിരുന്ന, ഹബീബിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സഹാബിയാണ് റബീഅ റളിയല്ലാഹു അൻഹു. വലിയ ഇഷ്ടമായിരുന്നു നബിയെ. ഉറക്കത്തിലും ഊണിലും മുത്തുനബിയുടെ കൂടെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാൽ ചെയ്തു കൊടുക്കാൻ ഞാൻ ഉണ്ടാവണമല്ലോ അടുത്ത്. അതൊരു സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. ചില ആൾക്കാർ പറയില്ലേ, എന്താവശ്യം ഉണ്ടെങ്കിലും ഉസ്താദ് ഏത് പാതിരാത്രിയും വിളിച്ചോ, ഞാൻ റെഡിയാണ്. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹാബി റബീഅ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താഗ്രഹിച്ചാലും അതുമായി അടുത്ത് ചെന്ന് നിൽക്കുന്നത് പതിവാണ്. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ തണുത്തു വിറയ്ക്കുന്ന പ്രഭാതം നിസ്കരിക്കാൻ വേണ്ടി കണ്ണുകൾ തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ wudu എടുക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിന് ചാരി ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ മനസ്സുകൊണ്ട് കരുതി, പടച്ചവനെ ഇച്ചിരി ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശരീരത്തിന് നല്ലതായിരുന്നു. ഇപ്പൊ തണുത്ത വെള്ളത്തിലല്ലേ wudu എടുക്കുക, ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ റാഹത്തായിരുന്നു. മനസ്സുകൊണ്ട് ചിന്തിച്ചതും റബീഅ റളിയല്ലാഹു തആല അൻഹു ആ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് മുത്തുനബിയുടെ മുമ്പ് വന്ന് നിൽക്കാൻ, നബിയെ ഇതിലങ്ങ് wudu എടുത്താലും. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു. റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് നിറഞ്ഞ ഈ സ്നേഹം കണ്ട് പ്രവാചകൻ അലിവ് തോന്നി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, റബീഅ, എന്നെ ഈ സ്നേഹിക്കുന്നതിന് പകരം, എന്നെ ഇഷ്ടപ്പെടുന്നതിന് പകരം, എന്നെ ഇത്രത്തോളം വാത്സല്യം എനിക്ക് തരുന്നതിന് പകരം നിനക്ക് എന്തു വേണം റബീഅ? എന്തു ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽ, ഇന്നലത്തെ പോലെ മൈക്കായിട്ടില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽ ഒരാൾക്ക് പോലും ഇത്രത്തോളം ഒരു ഭാഗ്യം അള്ളാഹു കൊടുത്തിട്ടില്ല. ഒരാൾക്കും കൊടുത്തിട്ടില്ല. എന്ത് ചോദിച്ചാലും തരുമെന്നുള്ള വാക്കാണ്. അവിടെ പിന്നെ സംശയമില്ല. നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും? ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എന്ത് ചോദിക്കും? കരാളമിക്കലെ സഹോദരിമാര് പറയാം, ആ ഡീൽ ഓർ നോ ഡീൽ 50 ലക്ഷത്തിന്റെ പെട്ടി ഇങ്ങ് കിട്ടിയിരുന്നെങ്കിൽ അല്ലാഹ് റാഹത്തായി. ഈ മച്ച ഈ നെഞ്ചും കൂടും വെച്ച് ഈ പണിയെടുക്കാൻ വേണ്ട, വിദേശത്ത് പോയി മക്കളെ കാണാതെ കഷ്ടപ്പെടാൻ വേണ്ട, ആവശ്യത്തിനനുസരിച്ച് പൈസ എടുക്കുക, സെറ്റപ്പ് ആക്കുക, ജീവിക്കുക, റാഹത്തായി. 50 ലക്ഷം 1ഉം 2ഉം അല്ല, ചൂണ്ടി കാണിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ അത് ആ പെട്ടി അല്ലോ ഇപ്പോഴേ കിട്ടിയില്ലേ? നമ്മളത് ആഗ്രഹിക്കൂലേ? റബീഅ റളിയല്ലാഹു അൻഹു എന്തും ചോദിക്കാം, എന്തും ചോദിക്കാം. അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തൊരു അവസരമാണ്. എന്താ ചോദിച്ചത്?
റബിയ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയെ ഞാൻ പട്ടിണിയാണ്, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കൂരയാണ് എനിക്കുള്ളത്, എന്റെ കുടുംബം വല്ലാത്ത അവസ്ഥയിലാണ് റസൂലേ. പക്ഷേ എനിക്ക് മാത്രം കിട്ടിയ ഈ ഭാഗ്യമുണ്ടല്ലോ, എനിക്ക് മാത്രം കിട്ടിയ ഈ അവസരമുണ്ടല്ലോ, അത് ഞാൻ ദുനിയാവിന് വേണ്ടി പാഴാക്കുന്നില്ല നബിയേ. ഇവിടത്തെ ഒരു സൗകര്യവും ഈ റബിയാക്ക് വേണ്ട നബിയേ, ഇവിടത്തെ ഒരു ആഡംബരവും ഒരു ആനന്ദവും ഈ റബിയാക്ക് വേണ്ട നബിയേ. ഞാൻ നിങ്ങളെ കഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുന്നതെന്തിനെന്നറിയോ? പാതിരാത്രി അള്ളാന്റെ ഹബീബിന്റെ കാല് തടവി തരുന്നത്, വെള്ളം ചൂടാക്കി മുത്തുനബിയുടെ മുമ്പ് കൊണ്ടുവന്ന് നിൽക്കുന്നതെന്തിനെന്നറിയോ? പരലോകത്ത് എന്റെ പ്രിയപ്പെട്ട നബിയേ, എല്ലാ സഹാബികളും പ്രവാചകനെ സ്നേഹിച്ചവരൊക്കെ ഒരുപാട് ശ്രേഷ്ഠതയും പ്രതിഫലവും കിട്ടിയിട്ട് രക്ഷപ്പെടുമ്പോ എനിക്കിതിന് പകരമായിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് തരികയാണെങ്കിൽ അസ്അലുക മുറാഫതക ഫിൽ ജന്ന, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിലൊന്നിരിക്കണം, ഇത് മതി, വേറെ ഒന്നും വേണ്ട. ഒന്നും രണ്ടും കാര്യമല്ല, ഇത് വെറുതെ കിട്ടണ കാര്യമല്ല. അള്ളാന്റെ ഹബീബിന്റെ കൂടെ എവിടെ ഇരിക്കണം? ദുനിയാവിലല്ല, സ്വർഗത്തിൽ മുത്ത് റസൂൽ കിടക്കുമ്പോ നബിയുടെ കൂടെ സ്വർഗത്തിലിരിക്കണം. ഈ ഒരു അവസരം എനിക്ക് തരണം നബിയെ. റസൂലുള്ള പറഞ്ഞു, ഇപ്പൊ ആകെ കുഴപ്പമായല്ലോ. അള്ളാന്റെ റസൂൽ എടാ വേറെ എന്തേലും ചോദിച്ചൂടെ, ഇത് തന്നെ വേണോ? എന്തെല്ലാം ചോദിക്കാനുണ്ട്. ഹൗദൽ കൗസർ ചോദിക്കാം, സിറാത്ത് പാലത്തിലൂടെ പെട്ടെന്ന് കടന്നു പോകുന്നത് ചോദിക്കാം. ഇല്ല നബി, എനിക്കതൊന്നും വേണ്ട. സ്വർഗത്തിൽ നിങ്ങൾ കടക്കുമ്പോ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കണ പോലെ എനിക്ക് അവിടെ ഇരിക്കണം. ബാക്കിയുള്ള സഹാബികളൊക്കെ കണ്ട് അത്ഭുതപ്പെടട്ടെ. അള്ളാന്റെ റസൂലിന് ചെയ്ത സേവനത്തിന് പകരം എനിക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ ഒന്നും വേണ്ട. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ഭാഗ്യം കിട്ടുന്നത് 3 കൂട്ടർക്കാണ്. സ്വർഗത്തിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടുന്നത് 3 കൂട്ടർക്കാണ്. അതിൽ ഒരു സഹായം നീ എനിക്ക് ചെയ്താൽ അൽഹംദുലില്ലാ നിനക്ക് ആ വിഭാഗത്തിൽ പെടാം. ഏതാണ് ആ 3 വിഭാഗം? ഇൻഷാ അല്ലാഹ് ഇപ്പൊ എത്ര മണിയായി? 10:30 11:30 12 മണിയാവുമ്പോ ഇൻഷാ അല്ലാഹ് 12 മണിയാവുമ്പോ ആ 3 കൂട്ടരാരാന്ന് പറയും. വിഷയം ഇതല്ല, വിഷയം കിടക്കണല്ലേ ഉള്ളൂ. വിഷയത്തിൽ കിടന്നില്ല. ഇത് ഞാൻ ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി തന്നതാ. അവസാനം പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുത്തുനബിയുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹം വരണമല്ലോ, എങ്കിലല്ലേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ആഗ്രഹം ഇല്ലാത്തവർക്ക് ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും അറിയാതെ സുഖിക്കാനും സന്തോഷിക്കാനും വേണ്ടി മാത്രം അള്ള പടച്ച സ്വർഗത്തിലൊന്ന് കടന്നാൽ മതി, നബിയുടെ കൂടെ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല. അതാണ് നമ്മുടെ ചിന്ത. എന്നാൽ ആ ചിന്ത മാറ്റി നബിയുടെ കൂടെ ഇരിക്കണം എന്നുള്ള ചിന്ത നമുക്ക് വരും. അത് 12 മണിയാകുമ്പോഴേ വരുള്ളൂ. അപ്പോഴേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ഈ 3 കൂട്ടരാരാന്ന്. എങ്കിലല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോഴേ പറഞ്ഞാൽ വേണ്ട, സ്വർഗം കിട്ടിയാൽ മതി എന്ന് പറയും. ഇനി ഈ റസൂലുള്ളാഹിയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കണമെങ്കിൽ, ഇരിക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ നമുക്കൊരു ഇഷ്ടം വേണ്ടേ? ചില ഭാര്യ ഭർത്താക്കന്മാരോട് പറയാറില്ലേ, ഭർത്താവിനോട് പറയിക്ക, ഞാൻ മരിച്ച് സ്വർഗത്തിലാണെങ്കിൽ അവിടെയും എൻ്റെ ഭർത്താവ് നിങ്ങളായിരിക്കണം. അങ്ങനെ പറയോ ആരെങ്കിലും? അള്ളാഹു ആല, ഇവിടെ തന്നെ കിട്ടിയ ഭൂതനെ ചുമന്നുകൊണ്ട് നടക്കണം അവിടെ മകരെ. അവിടെ ഇത് തന്നെ ഉസ്താദേ, അവിടെ ഹൂർലിങ്ങളെയൊക്കെ കിട്ടും. ചിരിക്കണ പല്ല് കണ്ട് ലോകം മൊത്തം കിടുങ്ങി പോകുന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് വലിയ ആക്രാന്തം മൂത്ത തഹജ്ജുദൊക്കെ നിൽക്കുക. അവിടെയും എവിടെ തന്നെ കിട്ടണം. അല്ലാഹു അക്ബർ. അല്ലേ? സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ പറയും, സ്വർഗത്തിൽ നീ മതി എനിക്ക്, സ്വർഗത്തിൽ നീ മതി. മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. ഇന്നിതാ ഒരു 1-2 മണിക്കൂറിനകത്ത് ആ മനസ്സ് നമുക്ക് വരികയാണ്, അള്ളാന്റെ ഹബീബിന്റെ കൂടെ സ്വർഗം പുൽകാൻ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് വല്ലാതെ കുതിച്ചു പോകും. കാരണം ലോകത്തൊരു പ്രവാചകനും കൊടുക്കാത്ത വില നമ്മുടെ ഹബീബിന് കൊടുത്തു എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായത്തെ പോലെ ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള മറ്റൊരു സമുദായവും ലോകത്ത് അള്ളാഹു പടച്ചിട്ടില്ല. എല്ലാം നമ്പർ 1 നമ്മളാണ്, മുത്ത് റസൂലിന്റെ സമുദായത്തിൽപ്പെട്ട നമ്മളാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ച മുഹമ്മദ് അലിയെ കുറിച്ച് നമുക്കറിയൂ. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പരിശ്രമിച്ച, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ച മുഹമ്മദ് അലിയെ കുറിച്ച് മാത്രമേ നമുക്കറിയൂ. മനസ്സുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ മുത്തുനബിയെ സ്നേഹിച്ചു പോരാ ഒരു പ്രവാചക പ്രണയത്തിന്റെ ഇരമ്പുന്ന കടലാണ് മുഹമ്മദ് അലിയുടെ മനസ്സ് എന്നെന്റെ പ്രിയമുള്ളവരെ നമുക്കറിയില്ല. മൗലാന മുഹമ്മദ് അലി ജൗഹർ കോടതിയിൽ വന്നു.
കോടതിയിൽ വന്നപ്പോൾ കോടതിയിൽ ഹാജരാക്കി, പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. കോടതിയിൽ നിൽക്കുകയാണ്. കോടതിയിൽ നിൽക്കുമ്പോൾ ഈ കോടതിയുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞു, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഇത് പറഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞു, മുഹമ്മദും അല്ലാഹും ഒക്കെ കോടതിക്കകത്ത് പറയാനുള്ളതല്ല, അത് നിന്റെ പള്ളിയിലും പള്ളിപ്പറമ്പിലും പറഞ്ഞാൽ മതി, ഇവിടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ ഉടനെ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ രൂപം മാറി, ഭാവം മാറി. പ്രവാചകനെ എത്ര ചവിട്ടി തേച്ചാലും മനസ്സു നോവാറ്. മമ്മൂട്ടിയെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ വാപ്പാടെ കഴുത്തറക്കാൻ കത്തിയെടുക്കുന്ന നെറികെട്ട വിവരം കെട്ട ചെറുപ്പക്കാരാ. സിനിമാ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് സിനിമാ ലോകത്തിന്റെ പിന്നാലെ മസ്തു ബാധിച്ചവരെ പോലെ പരക്കം പായുന്നവരെ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച് പറയുന്ന കണ്ടോ? അള്ളാന്റെ ഹബീബിന്റെ പേര് കോടതി പറയില്ലെന്ന് പറഞ്ഞപ്പോ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ രൂപം മാറി, ഭാവം മാറി, കണ്ണ് നിറഞ്ഞു. പ്രതിക്കൂട്ടിന്റെ രണ്ടു ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഈറ്റപ്പുലിയെ പോലെ മൗലാന മുഹമ്മദ് അലി ജൗഹർ പറയുന്ന, എടോ മുഹമ്മദ് നബിയുടെ പേര് ഒരു പ്രാവശ്യം പറയരുത് എന്ന് നീ പറഞ്ഞെങ്കിൽ ഇതാ പിടിച്ചോ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വയാ നബിയല്ലാഹ് വയാ സബിയല്ലാഹ്. 3 പ്രാവശ്യം ആവേശത്തോടുകൂടി പറഞ്ഞു. ഇനി പറയണ്ടെന്ന് പറഞ്ഞാൽ 30 പ്രാവശ്യം ഞാൻ പറയും. ഇനി പറയണ്ടെന്ന് പറഞ്ഞാൽ 30 പ്രാവശ്യം പറയും. 30 പ്രാവശ്യം പറയാൻ എന്നെ അനുവദിച്ചില്ലെങ്കിൽ എന്റെ റൂഹ് പിരിയുന്നത് വരെ നിങ്ങൾ ഉപദ്രവിച്ചു, വെട്ടിക്കഷണമാക്കി വലിച്ചെറിഞ്ഞാലും മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ശ്വാസത്തിൽ നിന്ന് അവസാനം വരുന്നത് എന്റെ ഹബീബിന്റെ പേരായിരിക്കുമെടാ. ഈരപ്പുലിയായിട്ട് കോടതിക്കകത്തിരുന്ന് പറയാൻ എന്താ കാരണം? എന്താ കാരണം? അവരെങ്ങും നബിദിനത്തിന്റെ ഒന്ന് മാത്രമല്ല റസൂലിനെ സ്നേഹിച്ചത്. അവര് സ്നേഹിച്ചത് അല്ലാഹുവിന്റെ റസൂലിനെ കാര്യം കാണാൻ വേണ്ടി 10 സലാത്തിൽ സ്നേഹിച്ചവരല്ല. ജീവിതത്തിന്റെ ഒരു ഭാഗമായി പ്രവാചകന്റെ ജീവിതത്തെ അടർത്തിയെടുത്ത് കൈക്കുമ്പലിൽ താലോലിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് എന്റെ കാരാളിമുക്കുല സഹോദരങ്ങളെ, ഇന്ന് നബിദിനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. റസൂലുള്ള വന്ന ശല്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു പോയി. അള്ളാന്റെ ഹബീബ് റൗളാ ശരീഫിൽ ഈ സമുദായത്തിന്റെ ഗതികേട് കണ്ട് പൊട്ടിക്കരയുമ്പോൾ നമ്മൾ ഓർക്കണം, ആരാണ് നമ്മുടെ റസൂല്? എന്തിനാണ് ഞങ്ങൾ അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന്റെ റസൂല് ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു മാതൃക നമ്മുടെ നബിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഏത് നേതാവിലുണ്ട് നമുക്ക് പഠിക്കാൻ? ഏത് നേതാവിലുണ്ട് നമുക്ക് നല്ലൊരു മാതൃക? എല്ലാം ഒത്തിണങ്ങിയ ഒരു നേതാവിന് എടുത്തു തരാൻ പറ്റുമോ? പല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാ നിങ്ങൾ. പ്ലെയിൻ പൊങ്ങുമ്പോ കൈ വന്ന് വീഴുന്നവരുണ്ട്, മോനെ വിളിക്കാൻ ബാംഗ്ലൂരിൽ പോയപ്പോ കയറിപ്പോയതാന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ പല വിവാദ പുരുഷന്മാരെയും രാഷ്ട്രീയ തലത്തിൽ നമുക്ക് കാണാൻ കഴിയും. രാത്രി സൂര്യ ഉദിച്ചാൽ അറിയാം ഏത് കൊടി മൂടിക്കൊണ്ടാ ഓടണേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാന്റെ ഹബീബിന്, ലോകത്തിന്റെ നായകന് അങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നിട്ടില്ല. ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ അള്ളാഹു അയലച്ചാറ് കൊടുത്തി വളർത്തിയ നബിയല്ല, തെറ്റിദ്ധാരണയാണ്. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഗുണപാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്ന് പ്രബോധകനായിരുന്നു, നല്ലൊരു ഉത്തമ പ്രബോധകനായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. ഒരു പ്രബോധകൻ ഉണ്ടാവേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പള്ളിയിൽ ഒരു പ്രബോധകനാണ് ജുമാ പ്രസംഗത്തിന് എണീച്ചു നിന്നു. പലിശയെക്കുറിച്ച് നമ്മൾ പ്രസംഗിച്ചപ്പോൾ ജമാഅത്ത് പ്രസിഡന്റ് കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, നിങ്ങളെ പിരിച്ചുവിടാൻ പോകട്ടെ, ഇനി ആവശ്യമില്ലാതെ അടവൊന്നും വെള്ളിയാഴ്ച കയറി പറയത്തില്ല, ചുമ്മാ വലിച്ചു ജീവിക്കാനും സമ്മതിക്കരുത്, നിങ്ങൾക്ക് എണ്ണി അങ്ങോട്ട് തരണേന് പൈസ വേണം, ചുമ്മാ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഉസ്താദിനെ പിടിച്ച് വരട്ടിയപ്പോൾ നമ്മൾ തിരിച്ച് ദേഷ്യം വന്ന് താൻ പോകുക, എനിക്കിതല്ലെങ്കിൽ വേറെ വള്ളി ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകലല്ല ചെയ്യാനുള്ളത്. പിന്നെന്ത് ചെയ്യണം? അയാൾ മാത്രം ഇങ്ങനെ അന്ന് മുതൽ നിന്റെ മാസ്റ്റർ പീസ് അയാളായിരിക്കണം. പിടിച്ചിട്ട് കൊണ്ടുവന്ന് സംസ്കരിച്ചെടുക്കണം. അതിൽ പ്രവാചകന് പാഠമുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞില്ലേ, നബിയെ എന്റെ തെറ്റ് അള്ളാഹു പൊറുക്കൂ. എന്താ നീ ചെയ്ത് തെറ്റ്? ആ മനുഷ്യൻ പറഞ്ഞു, നബിയെ പെൺകുട്ടികൾ പിറന്നു വീണാൽ പച്ചയ്ക്ക് കൊന്നുകളയുന്ന കാലഘട്ടമായിരുന്നല്ലോ,
അവിടുന്ന് പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് പെണ്ണിന്റെ വില ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അന്നെന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഞാൻ അറിയാതെ എന്റെ ഭാര്യ പോറ്റി വളർത്തി നബിയേ. അവസാനം എന്റെ വീട്ടിന്റെ അകത്ത് വളർന്നതൊരു പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ വളർന്നു വലുതായ പെൺകുട്ടിയെ ഞാൻ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് നടന്നുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ മോൾ എന്റെ മുഖത്ത് നോക്കിയിട്ടുപ്പാന്ന് വിളിച്ച ദിവസമായിരുന്നു അത്. പക്ഷെ എന്റെ മോൾ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുപോയപ്പോ മോള് കരുതി വാപ്പ കണ്ട സന്തോഷം കൊണ്ട് എവിടേക്കെങ്കിലും യാത്ര പോവുകയാണ്, സന്തോഷത്തിന്റെ ടൂർ പ്രോഗ്രാമിനാണെന്ന് മോള് കരുതിയെങ്കിൽ നബിയേ, മരുഭൂമിയിൽ ഞാൻ എടുത്തിട്ടിരിക്കുന്ന പച്ചക്കുഴിയില്ലേ, ആ കുഴിയിലേക്ക് എന്റെ പൊന്നുമോളെ ഞാൻ ഇറക്കി നിർത്തിയപ്പോ വാപ്പാ എനിക്ക് പേടിയാകുന്നു വാപ്പാന്ന് പറഞ്ഞു ആ പച്ച മണ്ണിന്റെ അകത്ത് കിടന്ന് എന്റെ മോള് നിലവിളിച്ചു. എനിക്ക് ഉമ്മച്ചിയെ കാണണമെന്ന് എന്റെ മോള് പറഞ്ഞു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ മണ്ണുവാരി ആ കുഞ്ഞിന്റെ ദേഹത്തിലേക്ക് എറിഞ്ഞു. നബിയേ, പാടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന വാക്യവത്തേക്ക് മണ്ണുരുട്ടി വെച്ച് നബിയേ, ജീവിതത്തിൽ ആദ്യമായി വാപ്പായുടെ മുഖത്ത് നോക്കി പാന്ന് വിളിച്ച സന്തോഷം പോലെ ആ കുഞ്ഞിന് അനുവദിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചില്ല നബിയേ. വലിയ വലിയ മൺകട്ടകൾ വാരി കുഴിയിലേക്കിട്ട അവസാനം ആ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ ഉയർന്നിരുന്നപ്പോൾ എന്റെ കാതുകൊണ്ട് ചവിട്ടി താഴ്ത്തി നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അവസാന ശബ്ദം പോലും കുടിക്കകത്ത് നിലച്ചു പോകുന്നവരെ ആ കുഞ്ഞിനെ പച്ചയ്ക്ക് കൊന്നവനാണ് നബിയേ. ഇത്രത്തോളം തെറ്റ് ചെയ്തിരുന്ന ജനങ്ങളെയാണ് അള്ളാന്റെ റസൂല് സംസ്കാര സമ്പന്നരാക്കിയെടുത്തത്. എന്തായിരുന്നു അതിന്റെ കഴിവ്? ഒരു പ്രബോധകൻ ഉണ്ടായിരിക്കേണ്ടുന്ന എല്ലാ സവിശേഷ ഗുണഗണങ്ങളും ഉണ്ടായിരുന്നു. അല്പം അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് വഴിവിട്ടപ്പോൾ അള്ളാഹു പിടിച്ചില്ലേ? അന്ധനായ പാവപ്പെട്ടവരായ ഒരാൾ വന്ന് മുത്തുനബിയുടെ അടുത്ത് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാൻ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എവിടായിരിക്കുന്നത്? നാട്ടിലെ പ്രമാണികളുടെ പണക്കൊതിയന്മാരുടെ മുമ്പിലിരിക്കാൻ. ഇവരെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നെങ്കിലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാവൂ എന്ന് കരുതി അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പാവപ്പെട്ട ഒരാൾ വന്ന് വിളിച്ച് റസൂൽ അങ്ങോട്ട് പോയില്ല. ഉടനെ അള്ളാഹു ഖുർആനിലൂടെ അബസവത്തവല്ല എന്ന് തുടങ്ങിയിട്ട് ഒരു 16ഓളം ആയത്തുകളിൽ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഭീഷണിയുടെ സ്വരമായിരുന്നു. നബിയേ, പണക്കാരും സമ്പന്നരെയുമല്ല നിങ്ങൾ നോക്കേണ്ടത്, പാവപ്പെട്ടവര് വന്നോട്ടെ, പണക്കാർക്ക് വേണ്ടി അവരെ കളയില്ലേ. സംഘടനാ നേതൃത്വത്തിലിരിക്കുന്നവർ പണക്കാരെ കാണുമ്പോ ഹലോ എവിടാ സെക്കൻഡൊക്കെ കൊടുത്ത്, പാവപ്പെട്ടവരെ കാണുമ്പോ മാറിയില്ലേ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് പോകും. ഇത് റസൂലുള്ളാഹിയുടെ മാതൃകയല്ല. പള്ളിയിൽ ജോലി ചെയ്യുന്ന പണ്ഡിതന്മാർ, ഉസ്താദുമാർ, കാശുള്ളവർ, വല്ലതും മുസാബത്ത് ചെയ്യുമ്പോൾ തരുന്നവർ, അവരെ മാത്രം സോപ്പിട്ട് ആക്കാൻ സുഖം തന്നെ, കാണാറൊന്നും ഇല്ലല്ലോ. പാവപ്പെട്ടവരെ മക്കൾ വന്നാൽ തറയിരിക്കും. നാട്ടിലെ സെക്രട്ടറിയും പ്രസിഡന്റിന്റെയും മക്കൾ 2 ദിവസം വന്നില്ലെങ്കിലും അവരെ അടിക്കത്തില്ല. ഇതൊരു പണ്ഡിതന് ചേർന്നതല്ല. ജോലി പോകണമെങ്കിൽ അങ്ങ് പോട്ടെ, റബ്ബർ വെട്ടാൻ പോകും, ഒട്ടുപാല് പറിക്കാൻ പോലും കിട്ടും 1000 രൂപ. എത്രയോ സാധുക്കൾക്ക് എന്റെ പ്രിയമുള്ളവരെ ഞാൻ പൈസ വാങ്ങി കൊടുത്തിട്ടുണ്ട്, എത്ര യതീമക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. താരെ ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ എന്റെ പരിചയത്തിൽ പ്രസംഗ ജീവിതത്തിലുള്ള സമ്പന്നരായ സഹോദരങ്ങളുടെ ഫോൺ നമ്പർ നോക്കിയിട്ട് ഒരാളെങ്കിലും വിളിച്ചൊരു 10,000 രൂപ ഇന്ന് വീട്ടിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കടേ, അവരർഹതപ്പെട്ടവരാണ് വിളിച്ചു പറഞ്ഞ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പണക്കാരായിരിക്കണം നമ്മൾ. അല്ലാതെ 1000ന്റെ നോട്ടെടുത്ത് വെള്ള സട്ടിന്റെ പുറത്തെങ്ങോട്ട് വെച്ച് നീ എന്റെ പ്രിയമുള്ളവരെ കാരാട് കുളത്തൂടെ ശാസ്താംകോട്ടയിലൂടെ നെഞ്ചു വിരിച്ചു നടക്കുമ്പോഴല്ല പണത്തിന്റെ പവറിന്റെ സേട്ട നീ അറിയുന്നത്. അപ്പൊ നല്ല പ്രബോധകനായിരുന്നു മുത്തുനബി. കഷ്ടതയും പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാവും, എന്നാലും അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകണം. അല്ല ഈ സാംസ്കാരിക സമിതിയിലെ സഹോദരങ്ങൾ അങ്ങനെയാണ് രംഗത്തിറങ്ങേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് നോക്ക്. മർദ്ദിതനാണ് നിങ്ങളെങ്കിൽ, ജനങ്ങൾ ഉപദ്രവിക്കുന്ന കല്ലെറിയുന്ന പീഡിത വർഗത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് പട്ടിണി അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് നോക്ക്. ലോകത്ത് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും അധികം പട്ടിണി കിടന്നിട്ടുള്ള പ്രവാചകൻ ആരാ? അമ്പിയാക്കളിൽ തജുളിവായി അമ്പരങ്ങളെയും കടന്ന് അഹദവന്റെ
മുത്തൊളി അമ്പിയ രാജശിരോമണി യാ നൂറേ സല്ലല്ലാഹ് യാ നബി ഹബീബല്ലാഹ്. ലോകത്ത് ഏറ്റവും അധികം പട്ടിണി കിടന്ന പ്രവാചകന്റെ നബിദിനം നമ്മൾ ആഘോഷിക്കുന്നതോ ചോറ് വെച്ച് റോഡ് നീളെ വിളമ്പിയിട്ടാണ്. ചോറ് വെച്ച് കൊടുക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു തരി ചോറ് പോലും റോഡിൽ കളഞ്ഞ് കുഞ്ഞുങ്ങൾ അതിന്റെ മുകളിലൂടെ ചവിട്ടി തക്ബീർ വിളിക്കാൻ പാടില്ല. അത് ആഭാസത്തരമല്ലേ? പച്ചില കഴിച്ച പ്രവാചകന്റെ അനുയായികളാ നമ്മൾ. പച്ചില കഴിച്ച പ്രവാചകന്റെ അനുയായികളാ നമ്മൾ. പിന്നെ ഏത് വിഭാഗത്തിന് വേണം അല്ലാഹുവിന്റെ റസൂൽ ഒരു മാതൃക? ഏത് വിഭാഗത്തിനും അല്ലാഹുവിന്റെ ഹബീബിലേക്ക് നോക്കിയാൽ മാതൃകയുണ്ട്. അൽഹംദുലില്ലാഹ്. നേതാവാണെങ്കിലും ജേതാവാണെങ്കിലും നേതാവിൽ മാതൃകയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലും സഹാബികളും നടന്നുപോയി. വിശന്നപ്പോ ഒരു സഹാബി പറഞ്ഞു, നബിയെ ഒരാടുണ്ട്. ഒരാൾ പറഞ്ഞു, നീ ആടിനെ കൊടുക്കുന്നു, ഞാൻ ആടിനെ അറുക്കുന്നു. വേറൊരാൾ പറഞ്ഞു, ഞാൻ പാചകം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നമ്മളാണെങ്കിൽ പറയും, കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്, റെഡി, ഓക്കെ, കൊണ്ടുവന്നാൽ മതി, ഞാൻ റെഡിയാണ്. ഇങ്ങനെ ഓരോരുത്തരും പറയാൻ, ഓരോ ജോലി ഞാൻ ചെയ്യാം, പാത്രം ഞാൻ കൊണ്ടുവരാം, കല്ല് ഞാൻ എടുക്കാം, ഇതൊക്കെ പറയും. അള്ളാഹുവിന്റെ റസൂല് പറയാൻ, ഞാൻ വിറക് വെട്ടാം, ഞാൻ വിറക് വെട്ടാം. ഏത് നേതാവിലുണ്ട് ഈ മാതൃക? എല്ലാരെയും വിളിച്ചുകൊണ്ട് നിയമസഭയിൽ പോവാന്നും പറഞ്ഞു പോകും. അവസാനം അടി തുടങ്ങി, ബോംബിട്ട് പോലീസൊക്കെ വന്ന് ലാത്തി അങ്ങോട്ട് കാണിക്കുമ്പോൾ നേതാവ് വണ്ടിക്കറി ഒറ്റ വിട്ടോളിയാ, ഒറ്റ പോക്കാ. ഇവിടെ കിടന്ന് ഇടികൊള്ളും. വീട്ടിൽ വന്നിട്ട് പറയും, നേതാവ് പറഞ്ഞാലും മേലിൽ ഞാൻ പോകൂല്ലമ്മേ, ചണക്കഞ്ഞക്കണ കൈയും കാലും അങ്ങനെ ഇരിക്കണേ. പോലീസിന്റെ അടി വന്നപ്പം നേതാവ് മുമ്പേ ഓടി, തല്ലല്ല ഞാൻ കൊണ്ടമ്മേ, വല്ലാഹി പോവൂലുമ്മ, ടണക്കണക്കണ ടണക്ക അങ്ങനെ നടക്കണേ. ഗതികെട്ട്. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു കുഞ്ഞ് ഉമ്മായോട് ചോദിച്ചെന്ന്, എന്നും ഉമ്മച്ചി നമ്മുടെ വാപ്പച്ചി ഏഷ്യാനെറ്റിൽ കാണാം, യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പേ നിന്ന് ഇങ്ങനെ പറന്നു പോണത്, വെള്ളം അടിക്കുമ്പോഴിങ്ങനെ പൊങ്ങിപ്പോവും. പോലീസൊന്നും മറ്റേ സാധനം കൊണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിപ്പോണം. എന്തിനും അവിടാണോ വീകാലാണ്ടെന്നാ. നിന്റെ വാപ്പാക്ക് ഇത് തന്നെ നമ്മളെ ജോലി, എത്ര പറഞ്ഞാലും നന്നാവത്തില്ല. സമുദായത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാം, സമുദായത്തിന് വേണ്ടി നിരാഹാരം കിടക്കാം, സമുദായത്തിന് വേണ്ടി നേതാക്കന്മാരുടെ മുന്നിൽ പോയിട്ട് വിപ്ലവകരമായ രീതിയിൽ ശബ്ദിക്കുകയും കൈ ഉയർത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് സ്വന്തം അഭിമാനത്തിനും സ്വന്തം വളർച്ചയ്ക്കും സ്വന്തം ടി വിയിൽ ചാനലിൽ കാണുമ്പോൾ ഫ്രണ്ടിൽ ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡൊക്കെ അങ്ങോട്ട് മാറ്റി വീടാ കാണട്ടെന്ന് പറഞ്ഞ് എരിഞ്ഞു നിൽക്കുന്നവനല്ല. അതിനല്ല, സമുദായത്തിന് വേണ്ടി വിളിക്കുന്നവന്റെ മുഖവും വീറും വാശിയും കാണുമ്പോഴറിയാം. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ മുന്നോട്ട് വന്നത്, ലോകത്തിന്റെ നായകൻ. അതുകൊണ്ടാണല്ലോ പാവപ്പെട്ടവരുടെ കൂടെ നടന്നിട്ട് വിറക് ഞാൻ വെട്ടാം, വിറക് ഞാൻ വെട്ടാം. ഏത് നേതാവിൽ നമുക്ക് കാണാൻ കഴിയും? പിന്നെയോ ജേതാവ് ജയിച്ചു വരുമ്പോൾ, നമ്മളൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാര് മറുകക്ഷി പരാജയപ്പെട്ട് നമ്മൾ ജയിക്കുമ്പോഴോ, പെട്ടി പെട്ടി സുന്ദര പെട്ടി, പെട്ടി തുറന്നപ്പോ കോവാലം പൊട്ടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് മൈക്ക് വെച്ച് കെട്ടി ചെറിയ അഭിഷേകം നടത്തിയിട്ട് പടക്കം പൊട്ടിച്ചു പോകുന്നത് ഒരു മുസ്ലിമിന് നിയോജിച്ചതല്ല. ഇതാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا. മക്കം ഫത്ഹ് നടന്നില്ലേ? അല്ലാഹുവിന്റെ ദീന് വിജയിച്ചില്ലേ? തന്നെ കല്ലുപറക്കി എറിഞ്ഞവർ താൻ സുജൂദിൽ കിടന്നപ്പോൾ, ഒട്ടകത്തിന്റെ കുടലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജീവിയുടെ കുടല് പോലെയല്ല, അത് കൈ കൊണ്ടെടുത്തു മാറ്റാൻ തന്നെ പ്രയാസമാണ്. ലോകത്തിന്റെ നായകൻ സുജൂദിൽ കിടന്നപ്പോൾ ആ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് സുജൂദിൽ നിന്ന് എഴുന്നേക്കാ അല്ലാഹുവിന്റെ ഹബീബിന് കഴിയുന്നില്ല. ആ മുത്ത റസൂൽ ജയിച്ചു വന്നപ്പോൾ ഈ ഉപദ്രവം നടത്തിയവർ, ഭ്രാന്തർ എന്ന് വിളിച്ചവർ, കല്ലുപറക്കി എറിഞ്ഞവർ, അവരെ എന്താ ചെയ്തത്? അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലേ? നമ്മളാണെങ്കിലോ അന്ന് എന്താടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചെവിക്ക് പോയി പിടിക്കും. ആരും ചോദിക്കാൻ അന്ന് വരത്തില്ല. പ്രവാചകന്റെ കൂടെ ഇപ്പൊ ആളുണ്ട്, ആൾബലമുണ്ട്, ആയുധബലമുണ്ട്, വാക്കുണ്ട്, ജനമുണ്ട്, നോട്ടുണ്ട്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവിടെ അല്ലാഹുവിന്റെ റസൂൽ അവർക്കെല്ലാം മാപ്പ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ഓർക്കണം, നമ്മുടെ സമുദായത്തിലുള്ളവർ അത് കണ്ടാണ് പഠിക്കേണ്ടത്.
നബിദിന് അങ്ങോട്ട് ആവണൻ്റെ അന്ന് എവിടെന്നെങ്കിലും പോയി അടയ്ക്കാമരം ഓട്ടിച്ചുകൊണ്ടൊന്ന് റോഡിന്റെ മധ്യത്ത് കുഴിച്ചങ്ങോട്ടിട്ട് വലിയ പറഞ്ഞ് വലിച്ചങ്ങോട്ട് പോയി വലിയ കൊടിയും കെട്ടി പിടുത്തോടിച്ച് റോഡിൽ കിടക്കുന്നതല്ല നബിദിനാഘോഷം. നമ്മൾ എന്താ കരുതിയത്? എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പഠിച്ചോ, അള്ളാന്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, നീ മമ്മൂട്ടിയെ സ്നേഹിക്കുന്നതിന്റെ, നീ മോഹൻലാലിനെ സ്നേഹിക്കുന്നതിന്റെ, നീ വിജയെ സ്നേഹിക്കുന്നതിന്റെ, നയൻതാരയും മീരാജാസ്മിനെയും സച്ചിനെയും ഗാംഗുലെയും ദ്രാവിഡനെയും സ്നേഹിക്കുന്നതിന്റെ എത്ര അംശമുണ്ട് അതിന്റെ ഹൃദയത്തിനകത്ത് മുത്തുനബിയോടുള്ള സ്നേഹം? പരിശോധിച്ചു നോക്ക്, ഹൃദയം തുറന്നു വെച്ച് നോക്ക്. എത്ര ഇഷ്ട ദൈവങ്ങളുടെ ഫോട്ടോ നിന്റെ ഹൃദയത്തിനകത്തുണ്ട്. എന്തിനേറെ നിന്റെ ഉമ്മയെക്കാളും പോലും അള്ളാന്റെ റസൂലിനെ നമ്മൾ സ്നേഹിച്ചിരിക്കണം. അതാണ് അള്ളാന്റെ റസൂലിന്റെ പ്രഖ്യാപനം. പറഞ്ഞു വരുന്നുണ്ട് ഞാൻ. പിന്നെ എന്തിൽ നമുക്ക് നോക്കണം? എന്ത് നോക്കണം? അള്ളാഹുവിന്റെ റസൂലിൽ. എവിടെയും നമുക്ക് മാതൃകയുണ്ട് മുത്തുനബിയിൽ. ഒരു പിതാവെന്ന നിലയിൽ ഒരു സമുദായത്തിന് പഠിക്കാനുള്ളത് മുഴുവനും അള്ളാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ പിതാവിന്റെ ഭരണം എങ്ങനെയായിരിക്കണമെന്ന് ലോകത്ത് പഠിപ്പിച്ചു തന്നില്ലേ? അതേപോലെ മക്കളുമായി സഹകരിക്കുന്നവരുണ്ടോ? അവരൊന്നുകൊണ്ടും വേദനിക്കണ്ട. ഒരു കുഞ്ഞിന് വാപ്പ എവിടെയാണ് മുത്തം കൊടുക്കേണ്ടത്? കുഞ്ഞിന്റെ തലയിലാണ് മുത്തം കൊടുക്കേണ്ടതെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച. കുഞ്ഞു മക്കളുടെ തലയിലും മുത്തം കൊടുക്കണം വാപ്പ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ തലയിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് ചുംബനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവിടുത്തെ പിതാക്കന്മാര് വീട്ടിൽ ചെന്ന് 20 വയസ്സുള്ള മക്കളെ തലയിൽ പോയി മുത്തം കൊടുക്കല്. മുടിയെല്ലാം സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിരിക്കണം, മൂക്കിനകത്ത് കയറി പോകും. പഴയതുപോലുള്ള മുടിയൊന്നുമല്ല ഇന്നത്തെ മുടി. അന്യം കുളിക്കമാട്ടെ, നനയ്ക്കമാട്ടെ, നാറ്റം സഹിക്കമാട്ടെ, 4 സൈഡിലും വളർത്തിയിട്ടുകൊണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഇന്നിപ്പോ അതൊക്കെ മാറി. ഇന്നും ഇവിടെ എല്ലാ സ്ഥലവും ഒതുങ്ങിയിരിക്കും, ഫ്രണ്ടിൽ മാത്രം കുറെ മുടി ഇങ്ങനെ എണീച്ചിരിക്കും. ഇങ്ങനെ പുതിയ മോഡലാ. പണ്ട് ഓല കെട്ടി വീട്ടിന്റെ ഇറമ്പത്ത് ചോരാതിരിക്കാൻ വേണ്ടി ഇത് വയ്ക്കുമല്ലോ, എന്താ ഓസ് കണക്കുന്ന ഒരു സാധനം വെക്കും. അത് കണക്കിപ്പോൾ എല്ലാ സഹോദരങ്ങളും മുടി ബാക്കൊക്കെ ക്ലിയർ ചെയ്ത് ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ 3-4 എണീച്ച് ഇങ്ങനെ നിൽക്കും. അതാണ് പുതിയ സ്റ്റൈൽ. രാത്രിയും കാണും കണ്ണുറക്കുമ്പോൾ അടുത്തിറക്കുന്ന ആൾ കണ്ട് അപ്പോഴേ മേടിച്ച് ബോധം കെട്ട് വീഴും. അപ്പൊ ആ തരത്തിലുള്ള മക്കളാണ് തലയിൽ മുത്തം കൊടുക്കാൻ പോയാൽ പല്ലളായി പോവും. അത് നമ്മൾ ചെയ്യണ്ട. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ എന്തെല്ലാം പഠിപ്പിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിരുത്തിയിട്ട് കല്യാണത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തത് 14 ഉപദേശങ്ങളാണ്. ഒരു പിതാവെന്ന നിലയിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം 14 ഉപദേശങ്ങൾ. അത് കുടുംബജീവിതത്തിൽ പറയാനുള്ളതാണ്, ഞാൻ ഓർമ്മപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു പിതാവെന്ന നിലയിലും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് നല്ല പാഠമുണ്ട് പഠിക്കാൻ. ഭർത്താവെന്ന നിലയിലാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂലിനെ പോലെ മാതൃക വേറെയുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ആ മകളെ മുത്തു റസൂലാണ് വിവാഹം കഴിച്ചത്. റൂമിനകത്ത് നിന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംസാരിക്കുകയാണ്. റസൂലുള്ളാഹിയെക്കാളും വലിയ ശബ്ദത്തിൽ ചൂടായി സംസാരിക്കുന്നു. ആര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ നിങ്ങൾ കരുതും അന്നേ ഉണ്ടായിരുന്നപ്പോ ഈ പരിപാടി. നമ്മളടുത്ത് മാത്രമല്ല കണ്ണുരുട്ടുന്നത്, പെണ്ണാണെങ്കിൽ ഉരുട്ടും, ഒരു കുഴപ്പമില്ല. റസൂലുള്ളാഹിയുടെ ശബ്ദത്തെക്കാൾ മുകളിലാക്കി നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്റെ ആയിഷ അങ്ങനെ സംസാരിച്ചോ? വാതിൽ മുട്ടി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, വാതിലൊന്ന് തുറക്കണം നബിയേ. എന്റെ ആയിഷ ഞാനൊന്ന് കാണട്ടെ, മോളല്ലേ, വാപ്പ വന്നതല്ലേ, തുറന്നു കൊടുത്തല്ലേ പറ്റൂ. വാതിൽ തുറന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൈ ചുരുട്ടിയിട്ട് ഒരൊറ്റ അടി അടിക്കാനായിട്ട് പോയപ്പോ നബി വന്നൊരൊറ്റപ്പിടി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വാപ്പായി മോളക്ക വീട്ടിൽ ഇവിടെ ചോദിക്കാനും പറയാനും ആമ്പിള്ളേരുണ്ട്, വയ്ക്കോളാൻ പറഞ്ഞു. ഭർത്താവിന്റെ പവർ മാമായെ കാണുമ്പോ ഒലിച്ചു പോവല്ലും. പവറാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അബൂബക്കറെ തൊട്ടുപോയത് എന്റെ ഭാര്യയാണ് ആയിഷ. അവളെന്തും പറയും, അവളെന്തും പറയട്ടെ, എന്തും ചെയ്യട്ടെ, ഞാൻ സഹിച്ചു. അബൂബക്കറിന് പോകാം. നാണിച്ച് തല താഴ്ത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, നബിയേ ഇത്ര സ്നേഹമൊക്കെ ഉണ്ടായിരുന്നോ? സെറ്റപ്പാടല്ല. അതാ ഈ സ്നേഹ സമയമാകുമ്പോഴല്ലേ ഇങ്ങോട്ട് വെളിയോട്ട് വരിക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ എന്നോട് സംസാരിച്ചതിന് എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഴമ്പിച്ച കൈ കൊണ്ട് 2 എണ്ണം അങ്ങ് കിട്ടട്ടെന്ന് ഞാൻ കരുതിയേനെ. പക്ഷേ എന്റെ മുമ്പിൽ വെച്ചത് വേണ്ട. നിങ്ങൾ വീട്ടിൽ പോകുമ്പോ വാപ്പായും മോളും തമ്മിലായിക്കോ, ഞാനൊരു ഭർത്താവാണ്.